വൃദ്ധ മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നിയമം നിലവിലുണ്ടെങ്കിലും അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ലെന്ന് ആരോപിച്ച് ഇരിക്കൂർ സ്വദേശി ഫാറൂഖ് അഹമ്മദ് വർഷങ്ങളായി പോരാട്ടം തുടരുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന നിയമം ശക്തമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സമരം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ അദ്ദേഹത്തിനോട് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ട്, ഫാറൂഖ് അഹമ്മദ് നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും അല്ലേ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാനായിട്ട് പോരാട്ടം തുടർന്നത് ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല, അതിനുള്ളൊരു പരിഹാരം കണ്ടില്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയൊരു സർക്കാർ വയോജന വകുപ്പ് തന്നെ നടപ്പിലാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ നിരാലംബരായ മാതാപിതാക്കൾ മക്കളിൽ നിന്ന് കടുത്ത ക്രൂരതക്കും മറ്റും ഇരയായി ഇന്നും വൃദ്ധസദനത്തിലും മറ്റുമൊക്കെ കഴിയുന്ന എത്ര പേരുണ്ട്. അവർക്കൊക്കെ ഇതുവഴി ഒരു നീതി ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസം. പിന്നെ അതിന് പുറമെ ഇപ്പോൾ 2007 പാർലമെൻറ്റിലൊരു നിയമം ഇതുണ്ടായിരുന്നു. അത് മൈൻ്റനൻസ് വെൽഫെയർ പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്നാണ്. അപ്പോൾ ആ ആക്ട് പ്രായോഗികമായിട്ട് നടപ്പിലാക്കണമെന്നവർ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ നാളിതുവരെ ഒരു നിയമ പോരാട്ടം നടത്തിയത്. അത് കുറച്ച് നാൾ ഇത് ആയി, പക്ഷേ അത് കുറച്ച് പേർക്കെങ്കിലും നീതി ലഭ്യമായിരുന്നെങ്കിൽ തന്നെ അത് പ്രായോഗികമായിട്ട് ഒരു മൊത്തത്തിലൊരു ഇത് വന്നിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ വയോജന വകുപ്പ് ഒരു ഇതായിട്ട് വന്നതിന് ശേഷം ഇത്തരക്കാർക്കും കൂടി കൂടുതൽ പ്രായോഗികമായിട്ട് ഒരു നീതി ലഭ്യമാകുമെന്നാണ് എൻ്റെ അതിയായ ഒരു വിശ്വാസം. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറെ അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുവഴിയെങ്കിലും ഇത്ര പോലുള്ള നിരാലംബരായ അവർക്ക് നീതി ലഭ്യമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എത്ര വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 2014 കണ്ണൂരിൽ ജില്ലാ കളക്ടർ ബാലകൃഷ്ണ സാറിൽ നിന്നാണ് എനിക്കൊരു ഇത് കിട്ടിയത്. അന്ന് സസ്നേഹം എന്നുള്ളൊരു പദ്ധതി വഴി ഏകദേശം 10-60 പേരെ കളക്ടറുടെ സാന്നിധ്യത്തിൽ അവരെ മക്കൾ തന്നെ ഏൽപ്പിച്ചിട്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ മാതാപിതാക്കൾ. അതിന് പുറമെ പിന്നെ അത് വയനാട്, പിന്നെ കണ്ണൂർ, കാസർഗോഡ് ഇതൊക്കെ നടന്നു. പിന്നെ അത് സാമൂഹ്യക്ഷേമ വകുപ്പ് 2018 ഇതൊരു ഉത്തരവായിട്ട് ഇറക്കിയിരുന്നു. അത് എൻ്റെ നിവേദന തുടർന്നായിരുന്നു. അപ്പോൾ അത് കുറച്ച് പ്രായോഗികമായിട്ടുള്ള ആയിരുന്നെങ്കിൽ തന്നെ പിന്നെ അത് എന്താ അതിന് പറയാൻ, അത് ഒരു ഇതായിട്ടുള്ള ഒരു രീതിയിൽ നടപ്പിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഇതിൽ തന്നെ കണക്കിൽ പ്രകാരം പറയുന്നത് ഇപ്പോൾ ഈ വൃദ്ധസദനത്തിൽ തള്ളപ്പെട്ട 46% മാതാപിതാക്കൾക്കും മക്കളുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടോ? അപ്പോൾ അവർക്കെല്ലാം ഒരു നീതി ലഭ്യമാകണോ? കാരണം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു ഇതായിരിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു നിയമത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞത മൂലവും പല മാതാപിതാക്കളും മക്കളിൽ നിന്ന് കടുത്ത ക്രൂരതയ്ക്ക് ഇരയാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ, അതിനൊക്കെ ഒരു പോംവഴി പുതിയൊരു വയോജന വകുപ്പ് വഴി ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കണ്ടവരായിരിക്കാം, ഒരുപാട് മാതാപിതാക്കളെ കണ്ടവരായിരിക്കാം. അപ്പോൾ അവരുടെ ഒരു എങ്ങനെയാണ് അവരുടെ അവസ്ഥ എങ്ങനെയാണ് അവിടെ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃദ്ധസദനത്തിൽ കഴിയുന്ന മക്കൾ ഉപേക്ഷിക്കപ്പെട്ടിട്ട് വൃദ്ധസദനത്തിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും പരാതി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അവരുടെ മക്കളെ കുറിച്ചിട്ട് അവരുടെ മക്കളെ പറ്റിയിട്ടുള്ള ഒരു പരാതി അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ അതെല്ലാം ചൂഷണം ചെയ്യുന്നുണ്ട്. ചില മക്കളൊക്കെ അങ്ങനെയെല്ലാം ചൂഷണം ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ട്. പിന്നെ സ്വത്ത് തട്ടിയെടുത്തിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന മക്കളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിൽ പല വ്യത്യസ്തമായ രീതിയിലുള്ള മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു ബ്രേക്കായിട്ട് ഒരു സഡൻ ബ്രേക്ക് ഈ വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകുമെന്നത് കണ്ടറിയണം. എന്തായാലും ഒരുപാട് വർഷത്തെ പോരാട്ടമാണ് ഇദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ ഒരുപാട് മാതാപിതാക്കളെ കണ്ടവരാണ്. ആ വൃദ്ധസദനത്തിലൊക്കെ പോയി സന്ദർശിച്ച ഒരു ആളാണ് ഫാറൂഖ്, ഇരിക്കൂർ സ്വദേശിയായിട്ടുള്ള ഫാറൂഖ്. ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടി സംരക്ഷണ ഒരു നീതി ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നിലവിൽ വരുന്നില്ല എന്ന രീതിയിലൊരു കാര്യമാണ് ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിൽ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ
ഇപ്പോൾ പുതിയ മന്ത്രിസഭയൊക്കെ രൂപീകരിച്ചപ്പോഴും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരികയും മുഖ്യമന്ത്രിയോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉന്നയിക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഫറൂഖ് ചേട്ടനും നമ്മളുടെ സംസാരിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.